കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത് വാക്യം. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഒരു ദൈവപൈതലിനെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ കരുണയും സ്നേഹവും. ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, നമ്മോട് പിതാവായ ദൈവം കാണിച്ച അളവറ്റ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യവർഗത്തോട് ദൈവം കാണിച്ച വിലപ്പെട്ട സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് തൻ്റെ പുത്രനാൽ നമുക്ക് വെളിപ്പെടുത്തിയ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന പദം അതിൻ്റെ ആഴത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ നഷ്ടമായ ഒന്നിനെ തിരികെ മടക്കിയെടുത്ത്, ഏത് സ്ഥാനത്ത് നിന്ന് നഷ്ടമായോ, ഏത് ഗുണവിശേഷങ്ങളിൽ നിന്ന് നഷ്ടമായോ, ഏത് സ്വഭാവങ്ങളിൽ നിന്ന് നഷ്ടമായോ, അവയിൽ നിന്നെല്ലാം തിരികെ മടക്കിയെടുത്തിട്ട് അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആ പ്രക്രിയയുടെ പേരാണ് വീണ്ടെടുപ്പ്. ഏറ്റവും വലിയ വില നമുക്ക് വേണ്ടി നൽകി ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. അതിനായി തൻ്റെ പുത്രനെ നിയോഗിക്കുവാൻ പിതാവ് വലിയ സ്നേഹം നമുക്ക് തന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതെ, തൻ്റെ ജീവൻ മറുവില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സ്നേഹവും ത്യാഗവും. അപ്പോസ്തലപ്രവൃത്തി 20:28 പൗലോസ് ഇപ്രകാരം ഓർപ്പിച്ചു: നിങ്ങളെ തന്നെയും കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് ആക്കി വച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്നു: കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന, അഥവാ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന സഭയെ. നമ്മുടെ ജീവന്റെ മറുവില ഏറ്റവും വിലപ്പെട്ട ഒന്നിനാലാണ് അത് സമ്പാദിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവവചനം നമ്മോട് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം വിലപ്പെട്ടവരാണ്. നാം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നാം ഒരിക്കലും തള്ളപ്പെട്ടവരല്ല. ദൈവസ്നേഹം എത്രത്തോളം നമ്മിൽ ദൈവം ഒഴിച്ചു തന്നു എന്നതിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തികഞ്ഞ പ്രതിഫലനമാണ് നമ്മുടെ വീണ്ടെടുപ്പിൽ വെളിപ്പെടുന്നത്. റോമാലേഖനം 3:24 ഇപ്രകാരം ഓർപ്പിക്കുന്നു: ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പ് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ട് നമ്മിൽ നിന്ന് വില വാങ്ങാതെ നമുക്ക് വിലമതിപ്പാനാവാത്തതിനെ
ദൈവം ദാനമായി നൽകി. അതെ, സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടു. എഫേസ്യർ 1:17 ഇപ്രകാരം ഓർപ്പിക്കുന്നു: അവനെ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്നലകളിലെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന്, നാളെ വെളിപ്പെടുന്ന വീഴ്ചയിൽ നിന്ന്, ഒരിക്കൽ നഷ്ടമാക്കിയ ദൈവമാക്കിയിരുന്ന സ്ഥാനത്തിൽ നിന്ന്, ഈ അനുഭവങ്ങളിലെല്ലാം നമ്മെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ. പ്രിയമുള്ളവരെ, നാം ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ്. കർത്താവിൻ്റെ വലിയ ത്യാഗത്തെയും പിതാവിൻ്റെ സ്നേഹത്തെയും ഈ പകൽ നമുക്ക് ധ്യാനിക്കാം. നാം വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള വലിയ തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ പിതാവിനെ സ്തുതിക്കാം. ഒന്നിച്ച് സന്തോഷപൂർവ്വം ഈ ദിവസം ആരംഭിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.